ഹായ് എവരി വൺ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുമായിട്ടാണ്. നമ്മൾ കുറച്ച് ടിപ്സ് ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ചുകൂടിയും നിങ്ങൾ ടിപ്സ് ശ്രദ്ധിക്കാനുണ്ട് ലിസണിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ലിസണിങ് എന്ന് വെച്ചാൽ അത്ര ഈസിയാണ് എന്ന് ഞാൻ പറയും, അതേസമയം ഇച്ചിരി ബുദ്ധിമുട്ടും കൂടിയാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന അതേ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് തന്നെ ഈ ലിസണിങ് ഓഡിയോയിൽ പറയുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ഞാനൊക്കെ ആദ്യകാലങ്ങളിൽ അങ്ങനെ തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ഒരു നമുക്ക് ക്വസ്റ്റ്യൻ ബുക്കിലിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ വേർഡ് തന്നെ അല്ലെങ്കിൽ ആ ഒരു വെർബ് തന്നെ ഇവരത് യൂസ് ചെയ്യും എന്ന് അങ്ങനെ ഒരു ധാരണയോടുകൂടിയാണ് ഞാനൊക്കെ ലിസണിങ് അപ്രോച്ച് ചെയ്തിരുന്നത്. പക്ഷെ ഒരു കാരണവശാലും അവരങ്ങനെ ചെയ്യില്ല. അവർ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ വേർഡിൻ്റെ സിനോണിംസ് അല്ലെങ്കിൽ വേറൊരു വേർഡായിരിക്കും അവർ സംസാരിക്കുമ്പോൾ പറയുന്നത്. അപ്പം നമ്മളത് എപ്പോഴും അങ്ങനെ ഒരു ധാരണ വേണം. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കാൻ 30 സെക്കൻഡ്സ് തരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ വെർബ് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ അണ്ടർലൈൻ ചെയ്യുമ്പോൾ ഒന്നുകിൽ ആ വേർഡോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിനെ റിപ്ലേസ് ചെയ്യാൻ പറ്റിയ വേറെ വേർഡോ ആയിരിക്കും ഇവരത് പറയാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ധാരണയോടുകൂടി വേണം നിങ്ങൾ ലിസണിങ് ചെയ്യാനായിട്ടും. അപ്പോൾ ആദ്യമേ തന്നെ കേൾക്കുമ്പം ഈ ക്വസ്റ്റ്യൻ്റെ നല്ലോണം മനസ്സിലാക്കുക, എന്നിട്ട് നല്ലോണം ഓഡിയോ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ അവർ പാരാഫ്രൈസ് ചെയ്തിട്ടുണ്ടോ, സിനോണിംസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണം. എന്നിട്ട് വേണം നിങ്ങൾ ലിസണിങ് ഓഡിയോ കേട്ട് തുടങ്ങാനായിട്ട്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വരുന്ന ഒരു മിസ്റ്റേക്കാണ്. അതിനെ ഓവർകം ചെയ്യാനാണ് ഞാൻ ഈ ടിപ്പ് പറയുന്നത്. നമ്മൾ എത്ര പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ ലിസണിങ്ങിന് ചെന്നിരുന്നാലും ചിലപ്പോൾ ആദ്യ പാട്ടൊക്കെ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, നമ്മൾ ഭയങ്കര ഇപ്പം എല്ലാം എനിക്ക് കിട്ടുമെന്നുള്ള ധാരണയോടെ ഇരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഏതെങ്കിലും ഒരു ആൻസർ സ്കിപ്പായി പോകും. എല്ലാവർക്കും അറ്റ് എ ടൈം എല്ലാം ഭയങ്കരമായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഏതെങ്കിലും മൊമെൻറ്റിൽ നമുക്ക് ഒരെണ്ണം മിസ് ചെയ്ത് പോയി. ഒരു കാരണവശാലും ആ മിസ് ചെയ്ത ആൻസറിൽ നോക്കി നിങ്ങൾ ഇരിക്കരുത്. ഒരെണ്ണം വിട്ടുപോയി കഴിഞ്ഞാൽ അത് വിട്ടുകളയാം, മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരെണ്ണം മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ടെസ്റ്റ് യു ഹാവ് എ ചോയ്സ്, യു ഹാവ് എ ചാൻസ് ടു പ്രെഡിക്റ്റ് ദി ആൻസർ. നമ്മളിങ്ങനെ ഓഡിയോ കേൾക്കുന്നുണ്ടല്ലോ എന്തായാലും, അപ്പോൾ നമുക്ക് ഏകദേശം ചില ഐഡിയകൾ ഉണ്ടായിരിക്കും. അങ്ങനെ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന് ചുറ്റുമൊന്ന് റൗണ്ട് ചെയ്യുക, ആ നമ്പറിന് ചുറ്റും റൗണ്ട് ചെയ്യുക, മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് CBT ആണെങ്കിലും പെൻ ആൻഡ് പേപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് അതിനൊരു ചോയ്സ് ഉണ്ട്. അല്ലാതെ ഒരെണ്ണം വിട്ടുപോയാൽ ഒരു കാരണവശാലും നമ്മൾ അത് നോക്കി നിൽക്കരുത്. ചിലപ്പം ഫസ്റ്റ് പാട്ട് നല്ല സ്പീഡിലായിരിക്കും, നമ്മൾ വിചാരിച്ചതിലും സ്പീഡിലായിരിക്കും. അപ്പോൾ എങ്ങനെ വന്നാലും ഫസ്റ്റ് അല്ല ഏത് പാട്ടാണെങ്കിലും വിട്ടുപോയോ, എൻ്റെ കയ്യിൽ നിന്ന് പോയോ എന്നുണ്ടെങ്കിൽ അതവിടെ വിട്ടേക്ക്, ഫർഗെറ്റ് അബൌട്ട് ദ ക്വസ്റ്റ്യൻ ആൻഡ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവരും നമ്മുടെ എല്ലാം മദർ ലാംഗ്വേജ് മലയാളമാണ്. അപ്പോൾ ഇത് ഒത്തിരി പേർക്കൊന്നും ഞാൻ കണ്ടതിൽ ഭൂരിഭാഗം നമ്മൾ ബിലോങ് ചെയ്യുന്നൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. അപ്പോൾ ആവറേജായ കുട്ടികൾക്കുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറയുന്നത്. പ്രൊഫഷണൽ ആയവർക്ക് ഇത് മൈൻഡേ ചെയ്യേണ്ട. അപ്പോൾ ആസ് എ വാസ് എൻ ആവറേജ് സ്റ്റുഡൻറ്റ് ഐ എക്സ്പീരിയൻസ് ദ ടിപ്പ്. ഇതെനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഒരു ലിസണിങ് ടെസ്റ്റ്, സെയിം ലിസണിങ് ടെസ്റ്റ് ഒരു 3 തവണ ഒരു ദിവസം ചെയ്യുക. അതൊരു 2 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടേയിരിക്കാം. കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഉണ്ട്. നമ്മൾ ഒരു ലാംഗ്വേജ് ഒത്തിരി ദിവസം കേട്ടുകൊണ്ടിരുന്നാൽ നമുക്കത് യൂസ്ഡ് ആവും, നമ്മുടെ ചെവികൾക്ക് അതുമായിട്ട് യൂസ്ഡ് ആവും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ ലിസണിങ് നമ്മൾ കേൾക്കുന്നതും. നമ്മൾ ഭൂരിഭാഗം ലിസണിങ് വരുന്നത് ഒരു UK ആക്സെൻ്റ് ആയിരിക്കും, ബ്രിട്ടീഷ് ആക്സെൻ്റ് ആയിരിക്കും. സംടൈംസ് ഇറ്റ് ചേഞ്ച് ഇൻ ടു അമേരിക്കൻ ഓർ ഓസ്ട്രേലിയൻ. അതും ഒത്തിരി നേരമുള്ളൊരു ഓഡിയോ ആയിരിക്കില്ല, ഭൂരിഭാഗവും ബ്രിട്ടീഷ് ആക്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കേട്ട് നമുക്ക് പഴകണം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സാധാരണ നമ്മൾ മലയാളികളെ തന്നെയാണല്ലോ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മദർ ലാംഗ്വേജിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കേട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫോർമൽ ടെസ്റ്റിലോട്ട് കയറുമ്പം അവരുടെ ആക്സെൻറ്റ് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് IELTS മാത്രമല്ല, നിങ്ങൾ ഈ രാജ്യം വിട്ട് എവിടെ പോയാലും ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് എ പ്രോബ്ലം ടു അണ്ടർസ്റ്റാൻഡ് ദം. അപ്പോൾ ഇത് ടെസ്റ്റിന് മാത്രമല്ല ഭാവിയിലേക്കും നിങ്ങൾക്കത് ഗുണം ചെയ്യും. അപ്പോൾ ഇത് ഒത്തിരി തവണ കേട്ട് നമുക്ക് പഴകണം. ചില വേർഡുകളുടെ പ്രൊനൗൺസിയേഷൻ ഇസ് ഡിഫറെൻറ്റ്. എങ്ങനെ അവർ ഓരോ വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നതും അവർ ചെയ്യുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് പഴകാൻ വേണ്ടിയിട്ട് സെയിം ലിസണിങ് നമ്മൾ ഒരു 3 വട്ടം ഒരു 2 ആഴ്ച വെച്ച് നിങ്ങൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മോർണിംഗ് ഞാൻ രാവിലെ ഒരെണ്ണം ചെയ്തു, അത് തന്നെ ഉച്ചയ്ക്കും അത് തന്നെ വൈകുന്നേരം ചെയ്യും. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഈ സെയിം സാധനം പിന്നെയും ചെയ്യുന്ന എന്തിനാ? ഈ ആദ്യം ചെയ്യുമ്പം നമ്മൾ ആൻസർ എഴുതി വെക്കും, അതിൻ്റെ ആൻസർ ചെക്ക് ചെയ്യരുത്. ഉച്ചയ്ക്ക് നമ്മൾ ഈ സെയിം തന്നെ ചെയ്യുക, അത് ചെക്ക് ചെയ്യരുത്.
ഈവനിങ്ങും നമ്മൾ ഈ സെയിം തന്നെ ചെയ്യുക. പക്ഷേ തേർഡ് ടൈം യു ചെക്ക് ദി ആൻസേഴ്സ് ഫോർ ദ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ടൈംസ്. 3 തവണ ചെയ്തതിൻ്റെയും ആൻസർ അന്നേരമേ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ 4 പാട്ടിൽ ചില പാട്ടൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കേട്ടതാണ്, ബോറടിച്ചു എന്നൊക്കെ തോന്നും. പക്ഷെ കുഴപ്പമില്ല. അതങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ആൻസർ കീയും നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ, ഏതെങ്കിലും ഒരു പോർഷനിൽ നമുക്ക് മാർക്ക് കുറയും. അപ്പോൾ അവിടെ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ നല്ലപോലെ അവിടെ പോയി. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലാവുന്നില്ല. അപ്പം 3ാമത്തെ തവണയാകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ആ മാർക്ക് കൂടി വരുന്നത് കാണാം. അപ്പം ഇങ്ങനെ ഒരു 2 ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബിലോ 15 ആണ് നോർമലി ലിസണിങ്ങിന് കിട്ടുന്ന ഒരാളെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വുഡ് ബി എബൌട്ട് 25. നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, ഉറപ്പാണ്. 25 അപ്പുറത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ലിസണിങ് ഒരു ദിവസം 1 അല്ലെങ്കിൽ 2 വെച്ച് ചെയ്താൽ മതി. പക്ഷെ സ്കോർ കുറവുള്ള ഒരാളാണെങ്കിൽ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആണ്. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഈ ലിസണിങ്ങിന് നമ്മൾ മിക്കതും യൂട്യൂബിനെ ആശ്രയിക്കുന്നവരാണ് ഇപ്പം എല്ലാവരും. ഒത്തിരി മെറ്റീരിയൽസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ നോർമൽ സ്പീഡിലാണല്ലോ നമ്മളിപ്പോൾ ഒരു ഓഡിയോ കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സ്കോർ ഒരു 28 to 30 ആവറേജ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് 1.5 1.25 ഇട്ടിട്ടായിരിക്കണം. അത് എപ്പോഴും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. ഇപ്പം നമ്മൾ 3 എണ്ണമൊക്കെ ഒരു ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ 2 എണ്ണം ചെയ്യുന്നുണ്ടെങ്കിൽ 1 എണ്ണം നിങ്ങൾ ആ സ്പീഡിൽ നിന്ന് മാറ്റിയിട്ടിട്ട് ചെയ്യണം. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ഇപ്പം കുറച്ച് നാളുകളായിട്ട് നമ്മളൊരു ട്രെൻഡ് കാണുന്നത് ഫസ്റ്റ് പാർട്ടും ലാസ്റ്റ് പാർട്ടൊക്കെ ഭയങ്കര സ്പീഡിലാണ് അവർ ഓഡിയോ വരുന്നത്. അപ്പോൾ എത്ര സ്പീഡിൽ വന്നാലും നമുക്കതുമായിട്ട് അക്ലിമാറ്റൈസ് ചെയ്യാൻ പറ്റണം, അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഇത് ഭയങ്കര സ്പീഡിലായല്ലോ. ചിലവർ പറയും 1 തുടങ്ങി 6 വരെ എങ്ങോട്ടാ പോയി എങ്ങോട്ടാ വന്നതെന്ന് അറിയില്ല, ഒരു ആൻസറും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് അങ്ങനെ സ്പീഡ് കൂടിയാലും നമുക്ക് ആ സിറ്റുവേഷൻ കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സർമൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പീഡ് കൂട്ടി ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ഒരു കാരണവശാലും ബിഗിനേഴ്സ് ഇത് ചെയ്യരുത്. നോർമലി ലിസണിങ് ചെയ്യുമ്പോൾ ഒരു 28 to 30 ആവറേജ് കിട്ടുന്നവരാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര സ്പീഡിൽ ഒരു ഓഡിയോ പ്ലേ ചെയ്താലും നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ലിസണിങ് ചെയ്യുമ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യമേ തന്നെ വായിച്ചു നോക്കും. 2 വേർഡ്സ് ആണോ, 2 വേർഡ്സ് ആൻഡ് ഒരേ നമ്പർ ആണോ, നോ മോർ ദാൻ 3 വേർഡ്സ് ആണോ, ഇങ്ങനെ കുറച്ച് ടിപ്പുകൾ ക്വസ്റ്റ്യനിലുണ്ടായിരിക്കും. അപ്പോൾ പല കുട്ടികൾക്കും ഉള്ളൊരു പ്രശ്നം ഇതാണ്, 3 വേർഡും നമ്മൾ എഴുതും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോ മോർ ദാൻ 3 വേർഡ്സ് അല്ലെങ്കിൽ 2 വേർഡ്സ് ആയിരിക്കും. അപ്പോൾ 3 വേർഡ്സ് നമ്മൾ കണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് 3 വേർഡ് തന്നെ ഇതിനകത്ത് എഴുതി വെക്കും. അവസാനം ലിസണിങ് കഴിഞ്ഞ് നമ്മൾ ആൻസർ കീ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൽ ഒരു വേർഡ് അതിനകത്ത് ഉണ്ടാവില്ല. നമ്മളാണെങ്കിൽ ഈ 3 വേർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ഇതിൽ 2 വേർഡാണ് കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 3ാമത്തെ വേർഡ് പയ്യെ വെട്ടിക്കഴിഞ്ഞ് നമ്മൾ ടിക്കിട്ട് വെച്ചേക്കും. ഈ എക്സാമിന് ആൻസർ കീ എന്താണെന്ന് നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ 3 വേർഡ് എഴുതണമോ അത് 2 വേർഡ് എഴുതിയാൽ മതിയോ, അതെങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ആദ്യമേ തന്നെ ഓഡിയോ പ്ലേ ചെയ്യുന്നതിന് മുന്നേ നമ്മളിത് നോക്കണം എത്ര വേർഡാണെന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ മൊമെൻറ്റിൽ നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ 3 വേർഡാണോ അതങ്ങ് എഴുതി വെച്ചേക്കാം. അത് കഴിഞ്ഞ് അവസാനത്തെ 10 മിനിറ്റ് കിട്ടുന്ന സമയത്ത് ഈ 3 വേർഡിൽ ഒരു വേർഡ് മിക്കതും വേണ്ട, ആവശ്യമില്ലാത്തൊരു വേർഡായിരിക്കും. ഒന്നുകിൽ ആ വേർഡിൻ്റെ ഒരു സിനോണിംസ് അതിനകത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ വേർഡ് അത് റിപ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ആവശ്യമില്ലാത്ത ഒരു വേർഡാണ് മിക്കതും ഈ 3 വേർഡിലുണ്ടായിരിക്കും. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാൻ നിങ്ങൾ നോക്കുക. കാരണം 10 മിനിറ്റ് ഉണ്ട്. ഈ ഓഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞ് 10 മിനിറ്റ് നമുക്ക് മോർ ദാൻ ഇനഫ് ടൈം. അപ്പോൾ നോക്കുക, ഈ 3ാമത്തെ വേർഡ് അവിടെ ആവശ്യമുണ്ടോ, ഇനി അത് അധികപ്പറ്റാണോ, ഇനി അത് വേണമോ വേണ്ടയോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് വായിച്ചിട്ട് മാത്രമേ ആൻസർ അവിടെ 3 വേർഡും പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. അത് 2 വേർഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. 2 വേർഡ്സ് എഴുതാൻ പറയും, പക്ഷേ അതിനകത്ത് 1 വേർഡിൻ്റെ ആവശ്യമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് പ്രൂഡൻ്റായി നിങ്ങളൊന്ന് ചിന്തിച്ചൊന്ന് ആലോചിച്ച് എഴുതി കഴിഞ്ഞാൽ ആ ആൻസർ കറക്റ്റായിട്ട് എഴുതാൻ സാധിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്, മാപ്പ്. ലിസണിങ്ങിന് പല കുട്ടികളും പറയുമ്പോൾ മാപ്പ് വന്നാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും ഈസിയാണ് മാപ്പ് ചെയ്യാൻ. ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് തെറ്റും, ഒരെണ്ണം ശരിയായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ശരിയാവുകയും ചെയ്യും. അതാണ് മാപ്പിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ വളരെ റെയർലി ആണ് ഈ മാപ്പ് നമുക്ക് ലിസണിങ്ങിന് വന്ന് കണ്ടിട്ടുള്ളത്. ഒരു മാസം ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് 1-2 പ്രാവശ്യമൊക്കെ ഈ മാപ്പ് വന്ന് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ലിസണിങ്ങിന് മാപ്പ് ചെയ്യുമ്പം
പേപ്പറിൽ ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നാം. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഈ മാപ്പ് ചെയ്യുമ്പം മിക്കതും അതൊരു ടൂർ ആയിരിക്കും അല്ലേ, ഒരു ഒരു സൂവിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ യാത്രയായിരിക്കും അവർ അതിനകത്ത് നരേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭൂരിഭാഗവും നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇറ്റ് മൈ ബി എ റിസപ്ഷൻ, ഇറ്റ് മൈ ബി എ ഫ്രണ്ട് ഡെസ്ക്, അല്ലെങ്കിൽ യു ആർ ഹിയർ എന്ന് പറഞ്ഞിട്ടൊക്കെ അവിടെ ചെറിയൊരു സ്പോട്ട് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ 30 സെക്കൻഡ് മറ്റെല്ലാ പാർട്ടുകൾ പോലെ തന്നെ നമുക്കൊരു 30 സെക്കൻഡ് ഇത് നോക്കാൻ സമയം കിട്ടും. ആ നേരത്ത് എല്ലാ ലാൻഡ്മാർക്കും നമ്മൾ നോക്കി വെക്കണം. ഈ ഓരോ ബിൽഡിങ്ങിലെ പൊസിഷൻസ് ഉണ്ട്. ചിലപ്പോൾ 2 ബിൽഡിങ്ങിൻ്റെ ഇടയിലൊരു ബിൽഡിങ്ങിന് നമ്മൾ നെയിം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു കുറച്ചങ്ങ് നീങ്ങിയിട്ട് കുറേ മരങ്ങളുടെയൊക്കെ ഒരു പടം വരച്ച് അതിൻ്റെ അവിടെ ചെറിയൊരു ബ്ലോക്ക് വെച്ചിട്ടുണ്ടായിരിക്കും, അതും നമ്മൾ നെയിം ചെയ്യണം. ചിലപ്പോൾ ഒരു വിൻഡോ ഇല്ലാത്തൊരു റൂം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, അത് മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 30 സെക്കൻഡ് ഭയങ്കരമായിട്ട് നിങ്ങൾ പാക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അതിനേക്കാളും വേറെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡിറക്ഷൻ ബോർഡ് തന്നിട്ടുണ്ടായിരിക്കും. അതിങ്ങനെ ഒരു ക്രോസ് വരച്ച് നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഇങ്ങനെ തന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതിനകത്തും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ 2 ഗേറ്റ് ഡിറക്ഷൻ ബോർഡ് തന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിന് ഒരു 2 ഗേറ്റ് തന്നിട്ടുണ്ടായിരിക്കും, ഒന്ന് നോർത്തും ഒന്ന് ഈസ്റ്റും. അപ്പം നമ്മൾ ഏത് നോർത്തും ഈസ്റ്റും തന്നിട്ടുണ്ടല്ലോ, ആൻഡ് വി എക്സ്പെക്ട് ദാറ്റ് ദേ ടോക്ക് അബൌട്ട് ദി ബിൽഡിങ്സ് വിച്ച് ഇസ് വെരി നിയർ ടു ദി നോർത്ത് ആൻഡ് ഈസ്റ്റ്. തെറ്റാണ്. ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും അവർ മൊത്തം പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ഗേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പെൻസിലുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വെസ്റ്റ്, നോർത്തിൻ്റെ ഓപ്പോസിറ്റ് സൗത്ത് എന്ന് അപ്പം തന്നെ എഴുതി വെച്ചേക്കുക. അവിടെ ഗേറ്റിനോട് അങ്ങനെ ഒരു പേരേ അവർ ഈ മാപ്പിൽ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡിറക്ഷൻ ബോർഡ് ശ്രദ്ധിക്കണം. എന്തൊക്കെ ലാൻഡ് മാർക്സ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്, എന്തെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ബിൽഡിങ്ങൾ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന കുറച്ച് വൊക്കാബുലറി ഉണ്ട്. ഒരു സ്ട്രീറ്റാണ് പറയുന്നതെങ്കിൽ ആ സ്ട്രീറ്റിന് പേരുണ്ടായിരിക്കും. ഇനി കുറേ റൗണ്ട് അബൌട്ട്സ് ഉണ്ടെങ്കിൽ എത്ര റൗണ്ട് അബൌട്ട്സ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നുണ്ടെന്ന് നോക്കണം. ഇനി റൗണ്ട് അബൌട്ട്സിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഓരോ റൗണ്ട് അബൌട്ട്സിൻ്റെ കഴിഞ്ഞ ഓരോ സ്ട്രീറ്റിലോട്ട് കയറുമ്പോഴും പേരുണ്ടായിരിക്കും. ഇനി അവർ ചില വേർഡ് ഉപയോഗിക്കുന്നത് ഫർദർ ഡൗൺ, എ ബിറ്റ് ഫർദർ എന്നൊക്കെ ഒരു വേർഡ് ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഫർദർ ഡൗൺ എന്ന് പറയുമ്പോൾ താഴത്തോട്ട് പോകാന്നല്ല, ആ ഒരു സ്ട്രീറ്റ് തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകണം എന്നാണ്. അപ്പം മാപ്പുകൾ തന്നെയുള്ള നമുക്ക് ലിസണിങ് ടെസ്റ്റ് യൂട്യൂബിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യാം. അപ്പോൾ കുറേ നല്ല വൊക്കാബുലറി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, നിങ്ങൾ മാപ്പ് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ 30 സെക്കൻഡ് കൊണ്ട് ഇതൊക്കെ നമ്മൾ നോക്കി നമ്മൾ ചെയ്തു തുടങ്ങണം. യൂസ് യുവർ പെൻസിൽ, സ്റ്റിക്ക് ഓൺ ദെയർ. നമ്മൾ എവിടെ നിന്നാണോ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ പെൻസിൽ കുത്തിയേക്കണം. ഇവർ പറയുന്നതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ പെൻസിൽ മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 2 തരത്തിൽ നമുക്ക് മാപ്പ് മാർക്ക് ചെയ്യാൻ വരാറുണ്ട്. ഒന്നുകിൽ ഈ മാപ്പിൽ തന്നെ അവർ നമ്പർ ഇട്ടിട്ടുണ്ടായിരിക്കും. ഒരു മോസ്റ്റ് പ്രോബബ്ലി 15 to 20 ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ അതിൽ തന്നെ അവർ 15, 20, 16, 17 എന്നൊക്കെ അതിനകത്ത് നമ്പർ ഇട്ടിട്ടുണ്ടായിരിക്കും. അല്ല എങ്കിലും മാപ്പിന് താഴെയായിട്ട് കുറച്ച് 15 to 20 നമ്പർ ഇട്ടിട്ട് ഓരോന്നിനും നേരെ കഫറ്റീരിയ, ടോയ്ലറ്റ്സ്, ഹെൽപ്പ് ഡെസ്ക് എന്നൊക്കെ പറഞ്ഞ് പേരുണ്ടായിരിക്കും. അപ്പം ഇതിന് മാച്ച് ചെയ്ത ആൽഫബറ്റ് ആയിരിക്കും നമ്മൾ ഇവിടുന്ന് ഈ മാപ്പിൽ നിന്ന് എടുക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പർ ഈ മാപ്പിൽ തന്നെയായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ കണ്ണ് പെൻസിലും ഈ മാപ്പിൽ നിന്നും ഒരിടത്തോട്ടും പോകാൻ പാടില്ല. ഓഡിയോ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പെൻസിൽ കുത്തിയെടുത്തുനിന്ന് അവർ പറയുന്നതിനോടൊപ്പം തന്നെ മൂവ് ചെയ്യണം. നമ്മളിങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവർ പറയും യു ക്യാൻ സീ ദ ഹെൽപ്പ് ഡെസ്ക് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. അവിടെ ഹെൽപ്പ് ഡെസ്ക് എന്ന് എഴുതി വെക്കുക. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ യു ക്യാൻ സീ ദ ATM ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അവിടെ ATM എന്ന് എഴുതി വെക്കുക. ഒരു കാരണവശാലും ആ പെൻസിൽ അവിടെ നിന്ന് മാറരുത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവസാനം നേരത്തെ പറഞ്ഞതുപോലെ 10 മിനിറ്റ് കിട്ടുമ്പോഴായിരിക്കണം ഞാൻ എങ്ങനെയാണ് ആൻസർ എഴുതുന്നത്. ചിലപ്പോൾ ആ നമ്പർ എഴുതരുത്, അതിൻ്റെ കൂടെ ഇപ്പോൾ ആൽഫബറ്റ് ആയിരിക്കും എഴുതേണ്ടത്. അപ്പോൾ എന്താണോ എങ്ങനെയാണോ നമ്മൾ മാപ്പ് ആൻസർ ചെയ്യേണ്ടത് അതപ്പം നോക്കുക. അല്ലാതെ ഈ മാപ്പിൻ്റെ സമയത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ ശ്രദ്ധ മാറാൻ പാടില്ല. ലിസണിങ് ടെസ്റ്റിൻ്റെ പ്രത്യേകത അതാണ്. പ്രസൻസ് ഓഫ് മൈൻഡ് ഒട്ടും തന്നെ പോകാൻ പാടില്ലാത്ത ഒരു ടെസ്റ്റാണ് ഈ ലിസണിങ് ടെസ്റ്റ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചില കുട്ടികളൊക്കെ പറയുന്ന കേൾക്കാം, നിങ്ങൾക്ക് ആ വേർഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഹാളിലിരിക്കുന്ന തൊട്ടടുത്ത കുട്ടി കന്ന് എഴുതുന്ന കാണുമ്പോൾ എഴുതിക്കോ, അതായിരിക്കും ആ വേർഡ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ശ്രദ്ധിക്കരുത്. നിങ്ങൾ ഇരിക്കുമ്പോൾ ഒട്ടും ഡിസ്ട്രാക്റ്റ് ആവരുത്. ചുറ്റും എന്ത് സംഭവിച്ചാലും നമ്മൾ ആ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് മാറരുത്. ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പ് പോലും ശ്രദ്ധിക്കണം.
നമ്മളൊരിക്കലും കയ്യോ കാലോ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കരുത്. ഇതിനെന്തെങ്കിലും വയറൊക്കെ കണക്ഷൻസ് ഉണ്ടെങ്കിൽ അത് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഓഡിയോ ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ ആ ഇരിപ്പിൽ നിന്ന് ഒട്ടും തന്നെ 25 മിനിറ്റ്സ് ഇറങ്ങാനേ പാടില്ല. പ്രത്യേകിച്ച് മാപ്പിൻ്റെ സമയത്ത് ഒരു തരത്തിലും ഡിസ്ട്രാക്ഷൻസ് വരാൻ പാടില്ല. മാപ്പ് ഈസിയാണ്, പക്ഷേ ഈ ഒരു പെൻസിൽ കുത്തി അതേപോലെ മൂവ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിക്കുക. പ്ലസ് ആ മാപ്പിൽ തന്നെ യു ഹാവ് ദ കംപ്ലീറ്റ് ഫ്രീഡം ടു റൈറ്റ് ദി ആൻസർ ഇൻ ദി ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്. അപ്പോൾ അന്നേരം ആൻസർ ചെയ്തിട്ട് നോക്കേണ്ട കാര്യമില്ല. യു ക്യാൻ സ്ക്രിബിൾ എനിത്തിങ് ഇൻ ദാറ്റ് ബുക്ക്. അപ്പോൾ അതിൽ തന്നെ എഴുതി വെച്ചേക്കുക, പെൻസിലാണ്. അപ്പോൾ ഒരു കാരണവശാലും അവിടെ നിന്ന് മാറരുത്. മാപ്പ് ഞാൻ നോട്ട് ചെയ്യാൻ കാരണം ഒത്തിരി പേര് മാപ്പിന് ബുദ്ധിമുട്ട് പറയുന്നത് കൊണ്ടാണ്. മൈ ലാസ്റ്റ് ടിപ്പ് ഈസ് വെൻ ഐ ടോക്ക് അബൌട്ട് MCQ. മിക്ക കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് MCQ, മൾട്ടിപ്പിൾ ചോയ്സ്. അതിനകത്ത് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. ഭൂരിഭാഗം തേർഡ് പാർട്ടിലായിരിക്കും നിങ്ങൾക്ക് MCQ കിട്ടാൻ പോകുന്നത്. ആ MCQ കിട്ടുന്ന സമയത്ത് ക്വസ്റ്റ്യനേ ലെങ്തി ആയിരിക്കും, ഓപ്ഷൻസും ലെങ്തി ആയിരിക്കും. അതുപോലെ അവർ സംസാരിക്കുന്നതും ഒത്തിരി സ്പീഡിലായിരിക്കും. ദേ ടോക്ക് അബൌട്ട് റിസർച്ച് ഓർ പേപ്പർ പ്രസൻറ്റേഷൻ. ഓൾറെഡി ആ ടോപ്പിക്ക് ടഫായിരിക്കും. നമുക്കതിനുള്ള സമയം 30 സെക്കൻഡ്സ് ഒന്നും പോരാ നമുക്കത് നോക്കിയെത്താനായിട്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഈസി മെത്തേഡാണ്, കുറുക്കൊഴി കൂടിയാണ്. ഈ ക്വസ്റ്റ്യൻ നല്ലപോലെ ഡെഫിനറ്റ്ലി അതെന്തായാലും ചെയ്യണമല്ലോ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ആ 30 സെക്കൻഡ്സിനുള്ളിൽ ഓപ്ഷൻസ് ഒന്ന് ഓടിച്ചു നോക്കുക. ഓടിച്ചു നോക്കാനുള്ള സമയം കിട്ടൂ. ജസ്റ്റ് മനസ്സിലായിട്ടുണ്ടായാലും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. ആ വേർഡ്സിലൊന്ന് അണ്ടർലൈൻ ചെയ്യുക. വെർബുകൾ അങ്ങനെ എന്തെങ്കിലും നൗൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. പിന്നെയുള്ളൊരു എളുപ്പ മെത്തേഡ്, ഇവരിത് പറഞ്ഞു തുടങ്ങുമല്ലോ. പറഞ്ഞു തുടങ്ങുമ്പം നമ്മുടെ ആൻസേഴ്സ്, റോങ് ആൻസേഴ്സ് നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അവർ പറയുന്നത് അവർക്ക് സാധിക്കും, ദേ ക്യാൻ എന്നാണ് പറയുന്നതെങ്കിൽ ഈ ഓപ്ഷൻസിൽ കാണ്ട് എന്നായിരിക്കും, ഓർ കനോട്ട് എന്നായിരിക്കും. അപ്പം നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും ചിലപ്പോൾ ഈ ഓപ്ഷൻസിൽ കിടക്കുന്നത്. അപ്പം നമ്മൾ ഒന്നും കേട്ടില്ലെങ്കിലും ഈ കനോട്ട് എന്ന് കേട്ടോ, ബാക്കി നമ്മളൊന്ന് കണക്ട് ചെയ്ത് അത് റോങ് ഇട്ട് തെറ്റിട്ട് വെച്ചേക്കുക. അതല്ല എൻ്റെ ആൻസർ. അവർ പോസിറ്റീവ് സെൻറ്റൻസാണ് പറഞ്ഞ് തന്നിരിക്കുന്നത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിന് പറഞ്ഞു വരുന്ന ഇതാണ്, റോങ് ആൻസേഴ്സ് ക്യാൻ ഈസിലി സ്പോട്ടഡ്. നമുക്ക് പെട്ടെന്ന് റോങ് ആൻസേഴ്സ് തെറ്റിടാൻ ഇതല്ല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ദ ഫണ്ണി തിങ് ഈസ് വി വോണ്ട് ബി ഏബിൾ ടു ചെക്ക് ഇറ്റ് വെദർ ഇറ്റ് ഈസ് എ റൈറ്റ് വൺ ഓർ നോട്ട്. ഒരെണ്ണം അവിടെ ഉണ്ടെങ്കിൽ റൈറ്റ് ആണെങ്കിൽ, പക്ഷേ ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അവർ ഓൾറെഡി സ്പീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. 3 ഒരു 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 3 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ 4ാമത്തെ ആൻസർ ആയിരിക്കുമല്ലോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ആയി നമ്മുടെ ആൻസർ. ഇത് നമുക്കിത് ക്ലിയർ ആവില്ല. ഡോണ്ട് വറി അബൌട്ട്. 3 തെറ്റാണെങ്കിൽ അവിടെ ഒരു ഗസ് വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ല നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ പിക്ക് ദി ആൻസർ. അല്ല എങ്കിൽ ഈ 4 ഓപ്ഷൻ ABCD എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് നമ്മൾ നോക്കുക. ഇത് നോക്കി കഴിഞ്ഞിട്ട് ഇതാണ് റോങ് ആൻസേഴ്സ്, ഇതൊക്കെ റോങ് ആൻസർ. അപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വിട്ടിട്ടേക്കുക. ഇത് എനിക്കിത് മനസ്സിലായില്ല, ഇത് തന്നെയാണാവോ ആൻസർ എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിങ്ങൾ സമയം കളയരുത്, അതങ്ങ് ടിക്കിട. ദാറ്റ് വുഡ് ബി യുവർ ആൻസർ. ഇതൊരു എളുപ്പവഴിയാണ്. അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടിപ്പൊന്നും അല്ല. പക്ഷെ ഞാനത് അഡോപ്റ്റ് ചെയ്തപ്പം എനിക്കത് കുട്ടികൾക്കൊന്നും കൂടി അതായത് ആവറേജ് ആയ ഒരു കുട്ടിക്ക് പെട്ടെന്ന് റൈറ്റ് ആൻസേഴ്സിലോട്ട് എത്താനുള്ളൊരു കുറുക്ക് വഴിയാണ്. നിങ്ങൾ ചെയ്തു നോക്കുന്നത് നല്ലതാണ്. ഈ മേൽപ്പറഞ്ഞ കുറച്ച് ടിപ്സാണ് നിങ്ങൾക്ക് ലിസണിങ് യൂസ്ഫുൾ ആയിട്ട് ഉള്ളത്. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എൻ്റെ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് കിട്ടിയ കുറച്ച് ടിപ്സാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഫോളോ ചെയ്യുവാണെങ്കിൽ ലിസണിങ് നിങ്ങൾക്ക് ഒന്നുകൂടി നന്നായി സ്കോർ മേടിക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇത് എല്ലാം കൂടി ഒറ്റ ദിവസം സംഭവിക്കുന്ന കാര്യമല്ല. ലിസണിങ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്. യു ഡോണ്ട് നീഡ് എനി മെൻറ്റർ. ഇതിനൊരു സഹായിയുടെ ആവശ്യമൊന്നുമില്ല. യു ഹാവ് പ്ലൻറ്റി ഓഫ് എക്സസൈസസ് ഇൻ ദി യൂട്യൂബ് ഇറ്റ് സെൽഫ്. അതങ്ങ് എല്ലാ ദിവസവും 3 വെച്ച് മിനിമം ചെയ്തേക്കാം. ഈ ടിപ്പും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ഇനിയും അടുത്ത ടിപ്പുകളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ വിത്ത് മീ. ഐ ആം സിനി ഫ്രം ടീച്ചബിൾ ഇംഗ്ലീഷ് അക്കാഡമി.